ഞാൻ നിസ്കരിക്കാറില്ല, നമ്മൾക്ക് അറിയില്ല, ഒരുപാട് കാലായി നമ്മൾ ഇങ്ങനെ ചെയ്യാറുള്ളൂ എന്നതുകൊണ്ടൊരു മസാല ഇല്ലാന്ന് കിട്ടൂല. ഞാൻ പറഞ്ഞു വന്നത്, ഒരു സ്ത്രീക്ക് ഹൈദുണ്ടായാൽ അങ്ങനെ ഹൈദ് നിലച്ചു, മെൻസസ് നിന്നാൽ അവൾ ഏതൊക്കെ നിസ്കാരം ഖളാഹ് വീട്ടണം? ഹൈദ് കാലത്തിലും നിഫാസ് കാലത്തിലും നിസ്കാരം ഖളാഹ് വിട്ടേണ്ടതില്ല, ഖളാഹ് വിട്ടൽ ഹറാമാണ്, നമ്മൾ മസ്അല പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഖളാഹ് വീട്ടൽ നിർബന്ധമുള്ള ഒരു നിസ്കാരമുണ്ട്. അതേതാണ്? അത് നാം മനസ്സിലാക്കണം. ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഹൈദ് നിന്നിട്ട് ഒരു അല്ലാഹു അക്ബർ എന്ന് പറയാൻ മാത്രമുള്ള സമയം ശേഷിക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ആ വഖത്തിലെ നിസ്കാരവും അതിനോട് ജംഉ ചെയ്യപ്പെടുന്ന അതിന്റെ മുമ്പുള്ള നിസ്കാരവും നിസ്കരിക്കൽ നിർബന്ധമാണ്. ഉദാഹരണത്തിന് 6 മണിക്ക് മഗ്‌രിബാണ്, ഒരു സ്ത്രീക്ക് ഹൈലായിരുന്നു. പക്ഷെ 6 മണിക്ക് മഗ്‌രിബിന്റെ സമയം തുടങ്ങുമെങ്കിലും ഒരു 5:59 ഇങ്ങനെ കഴിഞ്ഞു, ഏകദേശം ഒരു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാൻ മാത്രമുള്ള സമയം ഉണ്ടാകുമ്പോൾ ഹൈല് നിന്നാൽ, നിഫാസ് നിലച്ചാൽ, ഇവൾക്ക് ഈ അസുർ മാത്രമല്ല അതിന് മുമ്പുള്ള ളുഹർ നിസ്കാരവും നിർബന്ധമാണ്. കാരണം എന്ത്? ഈ ളുഹറും അസറും യാത്രയിലാണെങ്കിൽ ജംഉ ചെയ്യൽ അനുവദനീയമായ നിസ്കാരമാണ്. അപ്പൊ ജംഉ ചെയ്യൽ അനുവദനീയമായ നിസ്കാരമായതുകൊണ്ട് ഇവിടെ രണ്ടാമത്തെ നിസ്കാരത്തിന്റെ സമയത്തിന്റെ അവസാനം ഒരു തക്ബീറിന്റെ സമയം അത്രത്തോളം അവൾക്ക് ശുദ്ധിയുള്ള സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനോട് ജംഉ ചെയ്യപ്പെടുന്ന മുമ്പത്തെ ളുഹറും നിർബന്ധമാണ്, അസർ മാത്രം നിസ്കരിച്ചാൽ പോരാ. അതുപോലെ തന്നെ സുബിയോടടുത്ത് ഒരു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാൻ മാത്രമുള്ള ഇശയിൽ അവൾക്ക് ശുദ്ധിയുടെ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ ഇശാ മാത്രം നിസ്കരിച്ചാൽ പോരാ, മുമ്പുള്ള മഗ്‌രിബും നിസ്കരിക്കൽ അവൾക്ക് നിർബന്ധമാണ്. നാം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം നിസ്കാരത്തിന്റെ കാര്യം. അതേ സമയത്ത് ശുദ്ധിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ എന്ത് ചെയ്തു? നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേക്ക് അവൾക്ക് എന്ത് ചെയ്തു? ഹൈൽ ഉണ്ടായി, അല്ലെങ്കിൽ നിഫാസ് ഉണ്ടായി. അശുദ്ധി ഉണ്ടായാൽ എന്ത് ചെയ്യണം? പണ്ഡിതന്മാർ പറഞ്ഞു, വലോ അദ്റക മിനൽ വഖ്തി ഖദ്റൽ ഫർളി സുമ്മ അറദൽ മാനിഉ വജബത് തിൽക സ്വലാഹ്. മഗ്‌രിബ് ഉദാഹരണക്ക്, മഗ്‌രിബ് ബാങ്ക് കൊടുത്തു നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേക്കും അവൾക്ക് ഹൈൽ ഉണ്ടായാൽ, ഇവിടെ മഗ്‌രിബിന്റെ സമയത്ത് ഫർള് ചെയ്യാൻ മാത്രമുള്ള സമയം അവർക്ക് കിട്ടിയിട്ടുള്ളൂ. മഗ്‌രിബ് 3 റക്അത്തല്ലേ, ഈ 3 റക്അത്തിൽ വജ്ഹത്ത് ഒഴിവാക്കി, സൂറത്തൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഫർള് മാത്രം ചെയ്യാൻ മാത്രമുള്ള സമയം കിട്ടിയിട്ടുള്ളുവെങ്കിൽ അവൾ ആ മഗ്‌രിബ് മാത്രം നിസ്കരിച്ചാൽ മതി, ഇശ നിസ്കരിക്കേണ്ടതില്ല. ളുഹറിലും അങ്ങനെ തന്നെ. ളുഹർ നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി, അപ്പോഴേക്ക് ഹൈദ് ഉണ്ടായാൽ, നിഫാസ് ഉണ്ടായാൽ, അവിടെ ഫർള് ചെയ്യാൻ മാത്രമുള്ള സമയമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ളുഹർ നിസ്കരിച്ചാൽ മതി. ളുഹർ പിന്നീട് ഖളാ വീട്ടിയാൽ മതി, അതിനോട് ഒരു അസ്ർ നിസ്കരിക്കേണ്ടതില്ല. അപ്പൊ നാം മനസ്സിലാക്കണം, മസ്അലയാണ്, ആഖിറത്തിന്റെ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്മാ റളിയല്ലാഹു അൻഹ കുളിയുടെ മസ്അല ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോൾ ബഹുമാന ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ, അൻസാരിയായ സ്വഹാബത്തായ സ്ത്രീകൾ നല്ല സ്ത്രീകളാ. ലം യകുൻ യംനഉഹുന്നൽ ഹയാഉ അൻ യതഫഖഹുന്ന ഫിദ്ദീൻ, ദീനിന്റെ വിഷയത്തിൽ അറിവ് പഠിക്കാൻ അവർക്കൊരു നാണവും ഒരു ലജ്ജയും ഇല്ലാത്ത സ്ത്രീകളാണ്.